വിവാദങ്ങൾ തുടരുമോ എന്നാണ് ചോദ്യം. ആൻഡ്രൂ അഗസ്റ്റിൻ. വിവാദം തുടരാതെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് വികാരം കൂടിപ്പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു സംസാരം നമ്മൾ പ്രതീക്ഷിക്കുന്നതേയില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഒരു ഭീഷണിയുടെ സ്വരം, ഒരാളെ വികാരം നടത്താൻ തീരുമാനിച്ചാൽ പിന്നെ അദ്ദേഹം തീർന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? എത്ര ദേഷ്യം വന്നാലും പ്രതിപക്ഷ നേതാവ് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തെങ്കിലും അദ്ദേഹത്തിന് കൈരടി ആ പത്രസമ്മേളനത്തിൽ തന്നെ പറയണമായിരുന്നു, ഇതാണ് സംഭവം എന്നുള്ളത്. ഒരു ഭീഷണിയുടെ സ്വരം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? നേരത്തെ അരുൺ സാർ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം അതിനുള്ള ആയുധങ്ങൾ കൂട്ടുന്നുള്ളതാണ്. അത് ആർക്കെതിരെയായിരിക്കും? അത് വി ഡി സതീശന് മാത്രമായിരിക്കില്ല, അത് ആ പാർട്ടിക്കെതിരെയായിരിക്കും. ചെറിയ കേസുകൾ വരെ വലിയ കേസുകളും വലിയ പ്രശ്നങ്ങളും ആവും. അതുണ്ടാക്കുന്ന ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഉണ്ടാക്കുന്ന ഒരു ആഘാതം താങ്ങാൻ കോൺഗ്രസ്സിന് കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നു. ഇനി അങ്ങനെ ബി ജെ പിക്കെതിരെയോ സി പി എമ്മിലെ നേതാക്കന്മാർക്കെതിരെയോ അല്ലെങ്കിൽ സി പി എം പാർട്ടിക്കെതിരെയോ എന്തോ ആകട്ടെ, അതങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ ലേറ്റ് ആകാൻ പാടില്ല. അതിനെക്കുറിച്ച് അറിയാവുന്നത് പറയുക എന്നുള്ളതാണ്. എന്നെക്കുറിച്ച് ഇങ്ങനൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഇതിൽ കൂടുതൽ എനിക്ക് സത്യാവസ്ഥ അറിയില്ല, അങ്ങനെയാണല്ലോ വാർത്ത വന്നത്. ഇപ്പം ആദ്യത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ മാധ്യമങ്ങൾക്ക്, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്തയാക്കണമെങ്കിൽ ആക്കാൻ മാത്രമുള്ള എല്ലാ സാധനങ്ങളും ഒരു മാസമായിട്ട് ഈ മാർക്കറ്റിലുണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു, ഡീറ്റെയിൽ കിട്ടുന്നുണ്ടായിരുന്നു, പോകാനുള്ള സംവിധാനങ്ങളുണ്ട്, വാർത്തയാക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട മാധ്യമം പോലും കേരളത്തിൽ വാർത്തയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അതൊരു സോഴ്സ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. ആരെങ്കിലും ഒന്ന് വന്ന് പറയണം, ഇതിങ്ങനെയാണ്, എനിക്കിതിൽ നിന്നൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാർത്തയാണ്. അതാണ് ആ കുട്ടി ചെയ്തത്. അതാരാണ്? സതീശൻ്റെ, വി ഡി സതീശൻ്റെ മണ്ഡലത്തിലുള്ള കുട്ടിയാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലുള്ള കുട്ടിയാണ്. അവരാണ് പറയുന്നത്. അവർ ആ സമയത്ത് ഒരു മാന്യത കാണിച്ചു. എന്താണ്? പ്രതിപക്ഷ നേതാവിൻ്റെ പേര് പറയാനേ അവർ തയ്യാറായിട്ടില്ല. പരാതി കൊടുത്തു എന്ന് പറഞ്ഞങ്ങ് ഒഴിവാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെയും പ്രതിപക്ഷ നേതാവിന് പിന്നെയും ട്രിഗർ ചെയ്ത് അതിനും മറുപടി വന്നു കഴിഞ്ഞപ്പോൾ അന്നേരം ആ ബോഡി ലാംഗ്വേജ് പ്രതിപക്ഷ നേതാവിൻ്റെ മാറി. ഫസ്റ്റത്തെ പ്രതികരണം അത് തുടങ്ങിയിട്ട് ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിന് വികാരമാണ് നയിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം അവിടെ മാധ്യമങ്ങളോട് ആ പത്രസമ്മേളനം പ്രോപ്പറായി എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഇതിന് നടപടി എന്നുള്ളത് പ്രോപ്പറായി കൃത്യതയോടുകൂടി പറഞ്ഞു പോകേണ്ട പ്രതിപക്ഷ നേതാവ് അവിടുന്ന് മാധ്യമങ്ങളോട് ദേഷ്യപ്പെട്ടു പോയത്. അവിടുന്ന് തുടങ്ങി പിന്നെ അതിൻ്റെ ശൈലി മാറി, ആ വാർത്തകളുടെ ശൈലി മാറി. ആ വരുന്ന എങ്ങനെയാണ് വാർത്ത കൊണ്ടുവരാൻ വേണ്ടി മാധ്യമപ്രവർത്തകർക്ക് ആവേശം കൊടുത്തു. മനസ്സിലായോ? ദേഷ്യപ്പെടുകയാണ് മാധ്യമപ്രവർത്തകർ, ദേഷ്യപ്പെടുന്നു. എങ്ങനെ? എന്നാൽ നിങ്ങൾ തെളിയിക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾ തെളിയിക്കുമെന്ന് പറഞ്ഞാൽ ആ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം തന്നെ മാധ്യമങ്ങൾ അത് തെളിയിക്കാനുള്ള പണിയായിട്ട് പോയി. വാർത്തകൾ പടപടപടാന്ന് വന്നു. ഇത് താങ്ങാൻ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് ഇതിനേക്കാളും അപ്പുറയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി അങ്ങനെ ഒരു സാധനം ഇല്ലാന്ന് നോക്കുക, പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വികാരത്തിന് മേലെ ഇത് പറഞ്ഞാൽ നോക്കുക. എന്നാൽ ഈ ബോംബ് വി ഡി സതീശൻ്റെ കയ്യിലിരുന്ന് പൊട്ടിയെന്ന് കൂട്ടിയാൽ മതി. കയ്യിലിരുന്ന് പൊട്ടും, ഒരു ഡൗട്ടും വേണ്ട. അതോടുകൂടി കോൺഗ്രസിൻ്റെ അവസാനത്തെ ആണിയാണ് അടിക്കുക എന്നുള്ളതിന് ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെയാണ് പോകേണ്ടത് ഇങ്ങനെയാണോ പോകേണ്ടത് എന്നുള്ളതാണ് സംശയം. ഈ രീതിയിലാണോ പോകേണ്ടത്? പ്രതിപക്ഷ പാർട്ടി ഭരണപക്ഷി പാർട്ടിക്കെതിരെ ആരോപണമുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ആരോപണമുണ്ട്, അതിന് ബോംബ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം നടത്താൻ പാടുമോ? നേരെ തിരിച്ച് നടത്താൻ പാടുമോ? ഞാൻ പറയുന്നത് ഇതിനകത്ത് പക്വമായ നിലപാട് സ്വീകരിക്കുന്നത് സി പി എം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം അവർ ഒരു പരിധി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ. ഒരു പരിധി കഴിഞ്ഞിട്ട് സി പി എം ഈ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണോ അങ്ങനെയല്ലല്ലോ സി പി എമ്മിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യും, പക്ഷേ അങ്ങനെ അറ്റാക്കില്ല. അപ്പോൾ അറ്റാക്ക് കിട്ടുന്നത് മുഴുവൻ ഇവിടുന്ന കോൺഗ്രസ് പാർട്ടീൻ്റെ ഉള്ളിൽ നിന്നാണ്. അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാർ തമ്മിൽ അടിക്കുന്നു, അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ തമ്മിൽ അടിക്കുന്നു, അവിടുത്തെ വനിതാ നേതാക്കന്മാർ തമ്മിൽ അടിക്കുന്നു, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മറ്റേ നേതാവിന് പണി കൊടുക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് എല്ലാ കാലത്തും ഉണ്ടാകുന്ന പ്രശ്നം അത് തന്നെയാണ് കേട്ടോ. പണ്ട് നിങ്ങൾ ബാർക്കോഴ കേസിന് മുന്നേ തുടങ്ങിയത് ആലോചിച്ചാൽ മതി. എങ്ങനെയാണ് ബാറുകൾ കേരളത്തിൽ പൂട്ടിയത് ആലോചിച്ചാൽ മതി. എങ്ങനെയാണ് ബാറുകൾ പൂട്ടിയത്? നേതാക്കന്മാർ തമ്മിലുള്ള അടിയിലാണ്. എങ്ങനെയാണ് ബാർക്കോഴ പുറത്തു വന്നത്? നേതാക്കന്മാർ തമ്മിലുള്ള അടിയിലാണ്. എങ്ങനെയാണ് സരിത പുറത്തു വന്നത്? നേതാക്കന്മാർ തമ്മിലുള്ള അടിയിലാണ്. ഇങ്ങനെ ഓരോന്നും പുറത്തു വന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ നിന്നാണ്. അതൊരു പ്രതിപക്ഷവും അന്നത്തെ പ്രതിപക്ഷം പണിയെടുത്തിട്ടല്ല ഇതൊന്നും പുറത്തു വന്നത്. അതിനുശേഷം ആ വാർത്തകളെല്ലാം ആരേറ്റെടുക്കുകയാണ്? പ്രതിപക്ഷം ഏറ്റെടുക്കുക അന്ന് ചെയ്തത്, അന്ന് സി പി എം ഏറ്റെടുക്കുക ചെയ്തത്. അപ്പോൾ ഇന്നും എന്താണ് സംഭവിക്കുന്നത്? ഇന്നും പ്രതിപക്ഷം പണിയെടുത്തിട്ടല്ലാന്നേ, ഇന്നും ഭരണപക്ഷം പണിയെടുത്തിട്ടോ സി പി എം പണിയെടുത്തിട്ടോ ബി ജെ പി പണിയെടുത്തിട്ടോ ആണ് ഇത് പുറത്തു വന്നത്. ഒന്നുമല്ല. ഒരു പെൺകുട്ടി അവർക്ക് വന്ന ദുരനുഭവം പറയുന്നു, അതിൽ നിന്നും കണ്ണിയായി പറയുന്നു. ആരെ പറ്റും? ഒരേ ഒരു നേതാവിൻ്റെ പേരെ ഒരേ ഒരു നടപടിയിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് അവസാനിക്കേണ്ട കാര്യം ഒരു സംസ്ഥാന KPCC യോഗം വിളിച്ചു കൂട്ടി, പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ യോഗം വിളിച്ചു കൂട്ടി, അതിലൊരു സമന്വയം വന്ന് ആ സമന്വയം എല്ലാവരും നേതൃത്വത്തിൽ പത്രസമ്മേളനത്തിന് അവസാനിപ്പിക്കേണ്ട ചെറിയൊരു കേസ് ഇതിനകത്തുള്ളൂ. പക്ഷേ ഒറ്റ കാര്യം എന്താണ്? ആ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും.
എന്നുള്ളതാണ് അതിൻ്റെ കാഠിന്യം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ഇന്നതാണ്, അല്ലെങ്കിൽ ഈ നേതാക്കന്മാർക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഇതിങ്ങനെയാണ് ഇതിൻ്റെ കേസ്, ഇത് ഇന്ന രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്തത്, ഇതുപോലെയാണ് CPM ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇതുപോലെയാണ് BJP ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ വന്ന് പറയാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കഴിവുണ്ടോ? ഇതൊന്നും നിങ്ങളിത് കണ്ടില്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം വൃത്തിയുള്ള ഒരു പത്രസമ്മേളനം കണ്ടോ? ഒരെണ്ണം. അത് KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നാണെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തു നിന്നാണെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കിൻ്റെ സ്ഥാനത്താണെങ്കിലും ഒരു വൃത്തിയുള്ള പത്രസമ്മേളനം കണ്ടോ? ഇന്നതാണ് ഇതിൻ്റെ കാര്യം, ഇന്നതാണ് നടന്നിരിക്കുന്നത്, ഇന്നതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത്. ഇതെന്താണ്? ഒരു പത്രസമ്മേളനം വിളിക്കുന്നില്ല, നേതാക്കന്മാർ ഓടുന്നതിൻ്റെ പുറകെ പത്രക്കാർ മൈക്കോട്ട് ഓടുകയാണ്. എന്നിട്ട് അവിടുന്ന് തോന്നിയതും തോന്നാത്തതൊക്കെ പറഞ്ഞിട്ട് കുറേ മാധ്യമങ്ങളെയും ചീത്ത പറയും, കുറേ പ്രതിപക്ഷത്തെയും ചീത്ത പറയും, കുറേ ഭരണപക്ഷത്തെയും ചീത്ത പറഞ്ഞിട്ട്, കുറേ നേതാക്കന്മാരെയും ചീത്ത പറഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങൾ സൂക്ഷിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഒരു വൃത്തിയായിട്ടൊരു പത്രസമ്മേളനം നടത്തി ഇന്നതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? അതിന് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു വലിയ മുഖ്യധാര അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒരു അഭാവം കാണുന്നുണ്ടെന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയും പിന്നെ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും ഒക്കെ ഇരുന്നിട്ടുള്ളൊരു പ്രൗഢ സംഘം ഉണ്ടല്ലോ, ആ പ്രൗഢ സംഘത്തിൻ്റെ കുറവ് കൂടെ കാണുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഒരു പ്രൗഢ സംഘം ഇപ്പോൾ ഇല്ല കോൺഗ്രസ്സിൽ. അങ്ങനെ ഒരു പ്രൗഢ സംഘമുള്ള ഒരു കോൺഗ്രസ് നേതാക്കന്മാരില്ല എന്നുള്ളതാണ്. എല്ലാം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, എല്ലാ കാലത്തും VD സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തറിയോ? ഞങ്ങളുടെ രണ്ടാം നിരയെ നോക്കൂ, എവിടെ രണ്ടാം നിര? ഇപ്പോൾ ഇത്രയും ചെറുപ്പക്കാർ ഒറ്റയടിക്ക് കയറി വരുന്ന രണ്ടാം നിര CPM-ൽ കാണിച്ചുകൊണ്ടാ, BJP-ൽ കാണിച്ചുകൊണ്ടാ. ഞങ്ങളുടെ രണ്ടാം നിര എവിടെ പോയി? രണ്ടാം നിര ഉണ്ടായത് റീലുകളിൽ മാത്രമാണ്. ഒരു റീലെന്ന് നമ്മൾ പറഞ്ഞത് മാത്രമേ കഴിഞ്ഞ ലോക്സഭ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞല്ലോ, റീൽ വർക്കും എന്ന് പറഞ്ഞു. നമ്മളെ എടുത്ത് പൊങ്കാലയിട്ട് സോഷ്യൽ മീഡിയയിൽ റീൽ വർക്ക്. ഇപ്പം എന്തായി? ഇപ്പോൾ റിയൽ വർക്കാണ്. രമേശ് ചെന്നിത്തല ഇന്നലെ പറയാണ്, രമേശ് ചെന്നിത്തല റിയൽ വർക്കുമായിട്ട് നേതാക്കന്മാരെ പിടിച്ചത് റീലും കൊണ്ട് വരുന്നവരെ പിടിച്ച് നേതാക്കന്മാരായ ഇതാവസ്ഥ എന്ന് ആരാ പറഞ്ഞത്? രമേശ് ചെന്നിത്തല പറഞ്ഞു. നമ്മളിത് ഒരു വർഷം മുന്നേ പറഞ്ഞതാണ്, ഇത് റിയൽ വർക്കല്ല, റീൽ വർക്കാണ് നടക്കുന്നത്. അവിടെ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവുണ്ടെന്നേ. നിങ്ങൾ ചാണ്ടി ഉമ്മനെ, ഉമ്മൻചാണ്ടീൻ്റെ മരണശേഷം ചാണ്ടി ഉമ്മൻ MLA ആയിട്ട് 2.5 വർഷം കഴിഞ്ഞു. നിങ്ങൾ എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? ഏത് ഏറ്റവും പ്രധാനപ്പെട്ട CR മഹേഷ്, പിന്നെ അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ എത്ര പേരുണ്ടായിരുന്നു? ആരെയും യൂസ് ചെയ്തോ? ഇവരൊരു 5-6 ആൾക്കാരിലേക്ക് ഇത് ചുരുങ്ങി. അതാണ് പാർട്ടി, ഇതാണ് രണ്ടാം നിര എന്ന് വരുത്തി തീർത്തു. പണ്ട് നിയമസഭയിലൊരു സംവിധാനം ഉണ്ടായിരുന്നു, ഹരിത MLA-മാർ. എന്തു പറഞ്ഞാലും ഹരിത MLA-മാരായിരുന്നു, ഹരിത MLA-മാർ. അത് എവിടുത്തെ ആർക്കാ പണി കൊടുത്തോണ്ടിരിക്കുന്നത്? ഉള്ളിൽ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹരിത MLA-മാരായിരുന്നു. അതുപോലെ ഒരു 6-7 ആൾക്കാരെ ഉണ്ടാക്കി. എന്നിട്ട് ഇതാണ് കോൺഗ്രസ് പാർട്ടി എന്നും ഇതാണ് യൂത്ത് കോൺഗ്രസ് വരുത്തി തീർത്തു. താഴെ അണികളിൽ പണിയെടുത്തിട്ടില്ല എന്ന് ഒരാളും പണിയെടുത്തിട്ടില്ല. അതിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ആ ടീമിൻ്റെ ഒരാൾക്ക് അടി കിട്ടിയപ്പോഴത്തേക്കും ടീം ഒടിഞ്ഞു വീണു. ഇനി എന്ത് സംഭവിക്കും? ഇനി കയറി വരണം ഇനിയാണ് യഥാർത്ഥ കോൺഗ്രസ് വരാൻ പോകുന്നത് കേട്ടോ. ഇനിയാണ് ഈ റീലും പിന്നെ ഉടായ്പ രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ പെണ്ണുകുടിയന്മാരായ രാഷ്ട്രീയക്കാരൊക്കെ പോയിട്ട് യഥാർത്ഥ രാഷ്ട്രീയക്കാർ ഇനി വരും. ഇവർ പാർട്ടീനെ വളർത്തുന്നത് നോക്കിക്കോളും. ആ പാർട്ടീനെ വളർത്തുമ്പോൾ കുറച്ച് സമയമെടുക്കും. ആ സമയം എന്താണെന്നറിയോ? അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും. അതുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. Meet the editors.